പോം പോം ഈ ജീപ്പിന്നു മതമിളകി. മമ്മൂട്ടിയും മോഹൻലാലും അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത പാട്രിയോട്ട് എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ ഒരിടത്ത് സിനിമയിൽ മോഹൻലാൽ എങ്ങനെ എത്തിയെന്ന് മമ്മൂട്ടി പറയുന്നുണ്ട്. നമുക്കൊരു നാഷണൽ സിനിമയൊക്കെ ആക്കണ്ടേ, അപ്പൊ നാഷണൽ താരങ്ങൾ ആരെങ്കിലും ഒക്കെ നോക്കിയാലോ എന്ന് അദ്ദേഹം മഹേഷ് നാരായണൻ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഇവിടെ ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തോട് സംസാരിച്ചു നോക്കാം എന്ന്. അങ്ങനെയാണ് ഇവിടെ ഉള്ള ആളായ മോഹൻലാലിലേക്ക് പാട്രിയോട്ടിന്റെ ആ കഥാപാത്രം എത്തുന്നത് എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. ഈ വാക്കുകൾ മറ്റൊരു സിനിമ വ്യവസായത്തിലും കാണാത്ത വിധം ഏറ്റവും വലിയ രണ്ട് താരങ്ങൾ ഇങ്ങനെ ഒന്നിച്ചും രണ്ടായും ഒക്കെ ഒരു വ്യവസായത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഫാൻസുകാർ തമ്മിൽ തല്ലിയാലും കച്ചവടക്കാരുടെ മത്സരങ്ങൾ ഉണ്ടായാലും സിനിമയുടെ ആത്യന്തികമായ വസ്തുതയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന രണ്ടുപേരായി ഈ അഭിനേതാക്കൾ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മമ്മൂട്ടിയുടെ കണക്കിൽ 55 സിനിമകൾ, പാട്രിയോട്ട് 56ാമത്തെ സിനിമയാണ്. ഇരുവരുടെയും ഒരുമിക്കലിന് ഒരുപാട് കൗതുകങ്ങളുണ്ട്. ഒരുമിച്ച് അഭിനയിച്ച ആദ്യ സിനിമ, ഒരുമിച്ച് അഭിനയിച്ച് തിയേറ്ററിലെത്തിയ ആദ്യ സിനിമ തുടങ്ങിയ എല്ലാം വ്യത്യസ്തങ്ങളാണ്. അതിലൊക്കെ ഉപരി ഇരുവരും ആദ്യമായി കാണുന്നത് മറ്റൊരു സമയത്തും ആണ്. മമ്മൂട്ടി തന്നെ ഇക്കാര്യം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായി രണ്ടുപേരും കണ്ടുമുട്ടിയതിനെ കുറിച്ചുള്ള വാക്കുകൾ ഇങ്ങനെയാണ്: മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തിയേറ്ററിൽ കാണുമ്പോഴാണ് ആദ്യമായി മോഹൻലാലിനെ കാണുന്നത്. പിന്നീട് നവോദയയുടെ ജിജോയുടെ പടയോട്ടത്തിൽ അഭിനയിക്കാൻ എത്തിയപ്പോഴാണ് നേരിട്ട് കാണുന്നത്. പടയോട്ടത്തിൽ അച്ഛനായി മമ്മൂട്ടിയും മകനായി മോഹൻലാലും അഭിനയിച്ചു. പിന്നീട് ഇന്ന് വരെ 55 സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചെങ്കിലും അച്ഛനും മകനുമായി അവർ ഒരിക്കലും ഒരുമിച്ചില്ല. മാത്രമല്ല, പടയോട്ടത്തിൽ മമ്മൂട്ടി വില്ലനും ആയിരുന്നു. മമ്മൂട്ടിയുടെ ആദ്യകാലത്തെ വിരലിലെണ്ണാവുന്ന വില്ലൻ വേഷങ്ങളിൽ പ്രധാനപ്പെട്ടത് കമ്മാരൻ, മകൻ കണ്ണനായി മോഹൻലാൽ, മലയാളത്തിലെ ആദ്യത്തെ 70mm സിനിമ, അലക്സാണ്ടർ ഡൂമാസിന്റെ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോവിന്റെ മലയാളീകരിച്ച സിനിമ. പടയോട്ടം പക്ഷേ ചിത്രീകരണവും അനുബന്ധ പ്രവർത്തനങ്ങളും എല്ലാം നീണ്ടുപോയി. 1982 റിലീസായത്, മലയാളത്തിലെ വമ്പൻ ഹിറ്റ്. എന്നാൽ അതല്ല ഇരുവരും ഒരുമിച്ച് നാട്ടുകാരുടെ മുന്നിലെത്തിയ ആദ്യ സിനിമ. പിന്നെ ഏതാണ്? ഊതിക്കാച്ചിയ പൊന്ന്. മേളയും തൃഷ്ണയും ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയ കാലത്ത് 81 വന്ന PK ജോസഫ് സംവിധാനം ചെയ്ത സിനിമ. സിനിമയിലെ നായകൻ ശങ്കർ, നായിക പൂർണിമ. 81 റിലീസായി. അത് വമ്പൻ ഹിറ്റായതോടെ പുതിയ താരങ്ങളുടെ കോമ്പിനേഷൻ ശ്രദ്ധിക്കപ്പെട്ടു. അതേ വർഷം അഹിംസ എത്തി. IV ശശി, T ദാമോദരൻ കൂട്ടുകെട്ടിലുള്ള സിനിമ. മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്തത് IV ശശിയാണ്. അതിൻ്റെ തുടക്കം തന്നെ വമ്പൻ ഹിറ്റായി എന്ന് മാത്രമല്ല, അഹിംസയിലൂടെ മമ്മൂട്ടിക്ക് ആദ്യത്തെ സംസ്ഥാന പുരസ്കാരവും കിട്ടി, മികച്ച 2ാമത്തെ നടനുള്ള പുരസ്കാരം. അത് കഴിഞ്ഞ് 82 ആണ് പടയോട്ടം എത്തിയത്. അതിന് പിന്നാലെ IV ശശിയുടെ സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം, ഗോപിനാഥ് ബാബു സംവിധാനം ചെയ്ത എന്തിനോ പൂക്കുന്ന പൂക്കൾ, M മണി സംവിധാനം ചെയ്ത ആ ദിവസം തുടങ്ങിയ സിനിമകളും എത്തി. തൊട്ടടുത്ത വർഷം 1983 ഇരുവരുടെയും സിനിമാ ജീവിതത്തിലെ നിർണായക വർഷമായിരുന്നു. ഒരുമിച്ചുള്ള സിനിമകളിലും ഗംഭീര കഥാപാത്രങ്ങളോടെയാണ് അവർ എത്തുന്നത്. സൂപ്പർ ഹിറ്റുകൾ: ബാലുഗിരിയത്ത് സംവിധാനം ചെയ്ത വിസ, ബാലചന്ദ്ര മേനോന്റെ ശേഷം കാഴ്ചയിൽ, ബേബിയുടെ ഗുരുദക്ഷിണ, ഭദ്രന്റെ 2ാമത്തെ സിനിമ ചങ്ങാത്തം, ശശികുമാറിന്റെ ചക്രവാളം ചുവന്നപ്പോൾ തുടങ്ങിയ സിനിമകൾ. PK ജോസഫിന്റെ 2 സിനിമകളിൽ ഇതേ വർഷം ഇരുവരും ഒരുമിച്ചു. ഒരു മുഖം പലമുഖം, എന്റെ കഥ എന്നിവയിൽ. IV ശശി, T ദാമോദരൻ ടീമിന്റെ നാണയം, ഇനിയെങ്കിലും എന്നീ 2 സിനിമകളും എത്തി. നാണയത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും പൂവാലന്മാരായി പെൺകുട്ടികൾക്ക് പിന്നാലെ ജീപ്പിൽ പായുന്ന ഒരു പാട്ടുണ്ട്. പോം പോം ഈ ജീപ്പിന്നു മതമിളകി. ഈ പാട്ട് ഇന്നും നിങ്ങളുടെ ഓർമ്മയിൽ ഇടക്കിടക്ക് കടന്നു വരുന്നതായിരിക്കും. ഇതേ വർഷം തോപ്പിൽ ഭാസിയുടെ തിരക്കഥയിൽ PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത 3 സിനിമകളിൽ ഇരുവരും ഒരുമിച്ചു. സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്, പിന്നിലാവ്, ഹിമവാഹിനി എന്നീ സിനിമകളാണത്. ഫാസിൽ സംവിധാനം ചെയ്ത മറക്കില്ലൊരിക്കലും പ്രേം നസീറും മോഹൻലാലും മുഖ്യ കഥാപാത്രങ്ങളായ സിനിമയാണ്. അതിലൊരു അതിഥി താരത്തിന്റെ സ്വഭാവത്തിൽ ഉള്ള കഥാപാത്രമായി മമ്മൂട്ടി എത്തി. അടുത്ത വർഷവും ഇരുവർക്കും നിറയെ സിനിമകൾ. മാത്രമല്ല, ഇരുവരും ഒരുമിച്ച സിനിമകൾ നിരവധി കഥാപാത്രങ്ങൾ, മികച്ച കഥാപാത്രങ്ങളോടെ എത്തി എന്നുള്ളതാണ്. മോഹൻ രൂപിന്റെ വേട്ട, ബാലു കിരിയത്തിന്റെ പാവം പൂർണിമ, PG വിശ്വംഭരന്റെ ഒന്നാണ് നമ്മൾ, IV ശശിയുടെ ലക്ഷ്മണ രേഖ, TS സുരേഷ് ബാബുവിന്റെ ഇതാ ഇന്ന് മുതൽ, KS സേതുമാധവന്റെ അറിയാത്ത വീഥികൾ തുടങ്ങിയ സിനിമകൾ. ജോൺ പോൾ തിരക്കഥ എഴുതി IV ശശി സംവിധാനം ചെയ്ത അതിരാത്രമാണ് ഞെട്ടിച്ച ആ വർഷത്തെ സിനിമ. അധോലോക നായകൻ മമ്മൂട്ടിയുടെ താരാദാസിന്റെയും അയാൾക്ക് പിന്നാലെ പോകുന്ന പ്രസാദ് എന്ന പോലീസുകാരന്റെയും കഥ. വില്ലൻ നായകനായി മാറിയ സിനിമ. IV ശശി MT ടീമിന്റെ ആൾക്കൂട്ടത്തിൽ തനിയെയും അടിയൊഴുക്കുകളും വന്നതും 84 തന്നെ.
84-ൽ കരുണൻ എന്ന കഥാപാത്രത്തിന് മമ്മൂട്ടിക്ക് ആദ്യമായി മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചു. നേരത്തെ അഹിംസയിൽ മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരവും ഇപ്പോൾ ഈ സിനിമയിൽ അടിയൊഴുക്കുകളിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നു. മമ്മൂട്ടി മോഹൻലാലിനൊപ്പം അഭിനയിച്ച സിനിമകളിലാണ് ആദ്യത്തെ 2 പുരസ്കാരവും ലഭിച്ചത് എന്നുള്ളതാണ്. എന്നാൽ തിരിച്ച് മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ച സിനിമകളിൽ മോഹൻലാലിന് സംസ്ഥാന സർക്കാർ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടില്ല. ഒരു രസകരമായ യാദൃച്ഛികത മാത്രമാണ്. 1984-ൽ കൊച്ചിൻ ഹനീഫ തിരക്കഥ എഴുതി പ്രിയദർശൻ സംവിധാനം ചെയ്ത പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ മമ്മൂട്ടി മോഹൻലാൽ ചിത്രമായിരുന്നു. കെ സേതുമാധവന്റെ അവിടുത്തെ പോലെ ഇവിടെയും, IV ശശിയുടെ അനുബന്ധം, അങ്ങാടിക്കപ്പുറത്ത്, ഇടനിലങ്ങൾ, കരിമ്പിൻ പൂവിനക്കരെ എന്നീ സിനിമകൾ തിയേറ്ററുകളിൽ ആവേശം തീർത്തു. 1985-ൽ ഇറങ്ങിയ സാജൻ സംവിധാനം ചെയ്ത കണ്ടു കണ്ടറിഞ്ഞു എന്ന സിനിമയിൽ അസൽ ഫാൻ ഫൈറ്റിന് പറ്റിയ 2 കഥാപാത്രങ്ങളായിരുന്നു. ഇരുവരും തമ്മിലുള്ള സംഘട്ടനങ്ങൾ തിയേറ്ററുകളിൽ ഇടിമുഴക്കമുണ്ടാക്കി. മോഹൻലാലിന്റെ കഥാപാത്രം കൃഷ്ണനുണ്ണി ഒരുപക്ഷെ മമ്മൂട്ടിയുടെ ശ്രീധരനേക്കാൾ ഒരുപടി മുകളിൽ ആവേശം തീർത്ത കഥാപാത്രമായിരുന്നു. ആവേശവും വേദനയും ദുരന്തവുമായി കൃഷ്ണനുണ്ണി മാറി. 1986-ൽ മോഹൻലാൽ നായകനായി പ്രിയദർശൻ സംവിധാനം ചെയ്ത മഴ പെയ്യുന്നു മദ്ദളം പൊട്ടുന്നു എന്ന സിനിമയിൽ അവസാന ഭാഗത്തെ ഒരു കല്യാണ രംഗത്തിൽ പാട്ട് രംഗത്തിൽ കടന്നുപോകുന്ന സെക്കൻഡുകൾ നീളുന്ന പ്രത്യക്ഷപ്പെടലാണ് മമ്മൂട്ടിയുടേത്. IV ശശി, T ദാമോദരൻ ടീമിന്റെ വാർത്ത, പത്മരാജന്റെ കരിയിലെ കാറ്റുപോലെ, ഭദ്രന്റെ പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്, KP കുമാരന്റെ നേരം പുലർന്നപ്പോൾ, T രാജീവ്നാഥിന്റെ കാവേരി, സത്യൻ അന്തിക്കാടിന്റെ ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, സാജന്റെ ഗീതം, TS മോഹന്റെ പടയണി തുടങ്ങിയ ചിത്രങ്ങൾ എത്തി. ഈ വർഷങ്ങൾ ഇരുവരും സൂപ്പർ താര സ്വഭാവത്തിലേക്ക് മാറിയ വർഷമായിരുന്നു. IV ശശി MT സിനിമകളിലെ ഗംഭീര കഥാപാത്രങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലിനെയും മികച്ച അഭിനേതാക്കളും ആക്കി മാറ്റി. അതിരാത്രത്തോടെ മമ്മൂട്ടി സൂപ്പർ താര സ്വഭാവത്തിലേക്ക് മാറി. മഴ പെയ്യുന്നു, മദ്ദളം പൊട്ടുന്നു, ബോയിങ് ബോയിങ് തുടങ്ങിയ സിനിമകളിലൂടെ മോഹൻലാലും ബോക്സ് ഓഫീസ് നായകനായി. ഇരുവരെയും കേന്ദ്രീകരിച്ച് നിരവധി സിനിമകളെത്തി. പിന്നാലെ സിനിമകൾ 1987 മുതൽ 90 വരെ, അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുമിച്ച് 3 സിനിമകൾ മാത്രമാണ് അവർ അഭിനയിച്ചത്. 87-ൽ IV ശശി ദാമോദരൻ ടീമിന്റെ അടിമകൾ ഉടമകളാണ് അതിൽ മുഖ്യം. 88-ൽ മമ്മൂട്ടിയെ നായകനാക്കി ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്ത മനു അങ്കിളിൽ പക്ഷേ മോഹൻലാൽ തന്നെ കുറച്ചു നേരം ഉള്ള ഒരു കഥാപാത്രമാണ്. ഒരുപക്ഷെ മലയാളി സിനിമാ ആസ്വാദകർ റിപ്പീറ്റ് ചെയ്ത് കണ്ട ഒരു രംഗമുണ്ട് കുട്ടികൾക്കൊപ്പമുള്ള. 1990-ൽ നമ്പർ 20 മദ്രാസ് മെയിലാണ് പിന്നീട് ഞെട്ടിച്ച ഇരുവരുടെയും ഒരുമിക്കൽ. ഡെന്നിസ് ജോസഫ് ജോഷി ടീമിന്റെ സിനിമ. അതിൽ മമ്മൂട്ടിയായി തന്നെ വന്നുവെങ്കിലും അതൊരു സിനിമയെ നിയന്ത്രിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. മോഹൻലാൽ അർമാദിച്ച സിനിമയാണ് നമ്പർ 20 മദ്രാസ് മെയിൽ. പിന്നീട് 8 വർഷത്തിന് ശേഷം 1998-ലാണ് ഇരുവരുടെയും ഒരുമിച്ചുള്ള സിനിമ വരുന്നത്. ഫാസിലിന്റെ ഹരികൃഷ്ണൻസ്. മുഴുനീള കഥാപാത്രങ്ങളായി ഇരുവരും എത്തി. പിന്നീട് 2000-ൽ മോഹൻലാലിന്റെ നരസിംഹത്തിൽ നന്ദഗോപാൽ മാരാറായി മമ്മൂട്ടി ചെറിയ വേഷത്തിലെങ്കിലും മലയാളി ആസ്വാദകർ എന്നും ഓർക്കുന്ന ഒരു വേഷം. 2008-ൽ രാജ്കുമാർ സന്തോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹല്ല ബോൽ എന്ന ഹിന്ദി ചിത്രത്തിലും വേണമെങ്കിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചു എന്ന് പറയാം. ഇതിൽ ഒരു അവാർഡ് ഫംഗ്ഷനിൽ മമ്മൂട്ടിയായും മോഹൻലാലായും കടന്നു പോകുന്ന രംഗങ്ങളാണ് സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. 2008-ൽ 2020 എന്ന ജോഷിയുടെ ചിത്രത്തിൽ മുഴുനീള വേഷങ്ങൾ. ഇപ്പോഴും മോഹൻലാലിന്റെ ഇൻട്രോ സീനും ക്ലൈമാക്സിലെ ഇരുവരും ഉള്ള സംഘട്ടന രംഗങ്ങളും ആരാധകരുടെ ആവേശമാണ് 2020-ൽ. എന്നാൽ ഏറ്റവും ഒടുവിൽ 2013-ൽ രഞ്ജിത്തിന്റെ കടൽ കടന്നൊരു മാത്തുക്കുട്ടിയിലാണ് ഇവർ ഒരുമിച്ചത്. അതിൽ പക്ഷേ മോഹൻലാലായി തന്നെയാണ് വരുന്നത്. മമ്മൂട്ടിയായും വരുന്നുണ്ട്. പക്ഷേ മമ്മൂട്ടിയുടെ മാത്തുക്കുട്ടിയാണ് സിനിമയിലെ നായകൻ. മാത്തുക്കുട്ടി മലയാളി അസോസിയേഷന്റെ പരിപാടിക്ക് മോഹൻലാലിനെ ക്ഷണിക്കാൻ എത്തുന്നതും ഫോട്ടോ എടുത്ത് പിരിയുന്നതും രസകരമായി അവതരിപ്പിച്ച സിനിമയാണ്. അതിനിടയിൽ പല വിധത്തിൽ ഇരുവരും സഹകരിക്കുന്നത് കാണാം. MTയുടെ കഥകൾ ചേർത്തുണ്ടാക്കിയ മനോരഥങ്ങളിൽ 2 കഥകളിൽ വെവ്വേറെ ആയി ഇരുവരും അഭിനയിച്ചിട്ടുണ്ട്. പഴശ്ശിരാജയിൽ അവതരണ ശബ്ദമായി മോഹൻലാൽ വന്നതും ഒടിയനിൽ മമ്മൂട്ടി അവതാരകനായി എത്തിയതുമൊക്കെ ഒരു സാധാരണ സംഭവം പോലെ നടന്നു. എന്നാൽ മറ്റു ഭാഷകളിൽ അതൊക്കെ അസാധാരണമാണ്. ഇപ്പോൾ 13 വർഷത്തിന് ശേഷം ഇരുവരും വീണ്ടും ഒരുമിക്കുകയാണ് പാട്രിയോട്ടിൽ. ഇരുവരുടെയും മലയാള സിനിമയിൽ അരനൂറ്റാണ്ട് തികയ്ക്കാൻ പോകുന്ന കാലത്ത് തിരിഞ്ഞു നോക്കിയാൽ അത്ഭുതപ്പെടുത്തുന്ന കഥാപാത്ര സഞ്ചാരങ്ങളാണ്. സൂപ്പർ താരങ്ങളായി ഇത്രയും ദശകത്തോളം നിലനിന്ന് പോരുമ്പോഴും അവർ പരസ്പരം അച്ഛനായും മകനായും വില്ലനായും സഹോദരനായും ആരാധകരായും അടിമയായും ഉടമയായും ഒക്കെ ഒറ്റ സിനിമകളിൽ ഒരുമിച്ചും അഭിനയിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയം. ഒറ്റയ്ക്ക് അഭിനയിച്ച സിനിമകളിലെ കഥാപാത്രങ്ങൾക്കൊപ്പം മികവ് പുലർത്തുന്ന ഒരുമിച്ചുള്ള സിനിമകളിലെ കഥാപാത്രങ്ങൾ ഒരുപക്ഷെ മലയാള സിനിമയിൽ മാത്രം സംഭവിക്കാവുന്നത് എന്ന് പറഞ്ഞത് അതുകൊണ്ടുകൂടിയാണ്. ഇപ്പോൾ 1 ദശകത്തിലധികം നീളുന്ന ആ ഇടവേള മാറുകയാണ്. പാട്രിയോട്ടിലൂടെ ആകാംക്ഷയുടെ ഈ കാലത്തിന് നന്ദി. നമസ്കാരം.